ഹായ്, കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ വള്ളിപ്പയർ കിട്ടിയിട്ടുണ്ട്. ഈ പയർ വെച്ച് നല്ലൊരു ഫ്രൈ ഉണ്ടാക്കാം. ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് സബ്സ്ക്രൈബും തരിക. ഒരു പ്ലേറ്റ് എടുത്ത് അതിൽ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ നിറയെ കോൺഫ്ലവർ, ആവശ്യത്തിന് ഉപ്പ് എന്നിവയിട്ട് ഇതിലേക്ക് കുറച്ച് എണ്ണ ചേർക്കാം. ഇവിടെ ഇത് കുഴച്ചെടുക്കുന്നതിന് ആവശ്യമായി ഞാൻ എണ്ണ ചേർക്കുന്നുണ്ട്. ചേർത്ത് ഇത് നന്നായി കുഴച്ചെടുക്കണം. ഈ മസാലയിലേക്ക് നീളത്തിന് അരിഞ്ഞു വെച്ചിരിക്കുന്ന പയർ ആഡ് ചെയ്യാം. പയർ ആഡ് ചെയ്ത് നന്നായി ഒന്ന് ഈ മസാലയായിട്ട് നല്ലതുപോലെ കോട്ട് ചെയ്യുന്ന രീതിയിൽ കുഴച്ചെടുക്കുക. ഇവിടെ ഞാൻ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ കുഴച്ചെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ പയറിൽ ഉപ്പെല്ലാം പിടിക്കും. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഫ്രൈക്ക് ആവശ്യമായ എണ്ണ ഒഴിക്കുക. എണ്ണ നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വച്ചിരിക്കുന്ന പയർ അതിലേക്ക് ആഡ് ചെയ്യാം. പയർ ആഡ് ചെയ്ത് ഞാൻ നല്ലതുപോലെ നിരത്തിയിടുകയാണ്. ഇത് ഒരു സൈഡ് മൊരിഞ്ഞതിന് ശേഷം മറു സൈഡിലേക്ക് മറിച്ചിടണം. ഇവിടെ ഒരു സൈഡ് നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. അടുത്ത സൈഡിലൂടെ മറിച്ചിട്ട് നല്ലതുപോലെ മൊരിച്ചെടുക്കേണ്ടതുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇവിടെ പയർ ഫ്രൈ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് കോരിയെടുക്കാം. ഇനി ഈ എണ്ണയിലേക്ക് അടുത്ത ബാലൻസ് ഇരുന്ന പയറൂടെ ആഡ് ചെയ്ത് ഇത് മറിച്ചും തിരിച്ചുവിട്ട് നല്ലതുപോലെ മൊരിച്ചെടുക്കാവുന്നതാണ്. ഇത് സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. കോൺഫ്ലവർ ഇല്ലെങ്കിൽ പേടിക്കേണ്ട, അരിപ്പൊടിയോ റവയോ ഇട്ടാൽ മതി. ഇതേ സെയിം ടേസ്റ്റ് തന്നെ കിട്ടും. അടുത്ത ഇട്ട പയർ ഒരു സൈഡ് മൊരിഞ്ഞ് മറിച്ചിട്ട് നെക്സ്റ്റ് സൈഡ് നല്ലതുപോലെ മൊരിഞ്ഞിട്ടുണ്ട്. ഈ പയർ നമുക്ക് കോരിയെടുക്കാം. ഇവിടെ എല്ലാ പയറും ഞാൻ നല്ലതുപോലെ മൊരിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ പയർ ഫ്രൈ തയ്യാറാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. സൂപ്പർ ടേസ്റ്റാണ്. എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാകുമെന്ന പ്രതീക്ഷയോടെയും ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് സബ്സ്ക്രൈബ് തരുമെന്ന പ്രതീക്ഷയോടെയും വീഡിയോ നിർത്തുന്നു. താങ്ക്